സർ നമസ്കാരം. ഈ യുദ്ധവും സമാധാനവും അത് ഈ ലോകക്രമം ആരംഭിച്ച കാലം മുതൽ നമ്മൾ കേട്ട് കേൾവിയുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ട് നിരന്തര സംഘർഷത്തിൽ ഏർപ്പെടുന്നതും മറ്റു കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിലുമുണ്ട്. ഒരു സംഘർഷം കൂടി കഴിഞ്ഞു. എന്താണ് അതിൻ്റെ പരിണിതഫലം? ഇന്ത്യ അവകാശപ്പെടുന്ന തരത്തിൽ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ ഏകപക്ഷീയമായ യുദ്ധം ഉണ്ടാകില്ല, രണ്ടു പക്ഷത്തും നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും, എങ്കിലും ഇന്ത്യ പറയുന്ന തരത്തിൽ നമുക്ക് പറയുന്ന ആ നേട്ടം, പാകിസ്ഥാനെതിരെയുള്ള ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ യുദ്ധങ്ങളും അതിൻ്റെ എഫക്റ്റുകളും എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും സ്ഥിരമാവുമ്പോഴാണ് ഇന്ത്യക്ക് സമാധാനം ഉണ്ടാവുക. അപ്പോൾ പാകിസ്ഥാനിൽ മാത്രം പ്രശ്നം ഉണ്ടായാലും ഇന്ത്യക്ക് പ്രശ്നമാണ്. ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ പ്രശ്നമാണ്, മ്യാൻമാറിൽ പ്രശ്നമാണ്, ബംഗ്ലാദേശിൽ പ്രശ്നത്തോട് പ്രശ്നമാണ്, ബർമയിൽ പ്രശ്നമുണ്ട്, നേപ്പാളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പാകിസ്ഥാൻ, അതിൻ്റെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ആലോചിച്ചൊക്കെ ഏതെങ്കിലും രാജ്യം ഇങ്ങനെ ഉണ്ടാവും, എല്ലാ ചുറ്റുമുള്ള രാജ്യങ്ങളും. പക്ഷേ ഈ രാജ്യത്തൊക്കെ ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നല്ല, മറ്റൊരു രാജ്യത്തെ ഉപദ്രവിക്കുന്ന, ഇപ്പോൾ ചൈനയെ മാറ്റി നിർത്താം, മറ്റൊരു രാജ്യത്തെ ഉപദ്രവിക്കുന്ന തരത്തിലൊരു നിലപാടില്ലല്ലോ. ഈ പാകിസ്ഥാനും ചൈനയ്ക്കും മാത്രമല്ല ആ ഒരു നിലപാടുള്ളൂ. അല്ല, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇന്ത്യയുമായിട്ട് കണക്റ്റഡും വളരെ ബന്ധമുള്ള ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം, ഒരു 70 വർഷം 100 വർഷം എന്നൊന്നും പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വലിയ ചരിത്രത്തിൽ കുറേ കാലങ്ങളല്ല. നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 100 വർഷത്തിൽ താഴെ പ്രായമുള്ള ഒരു രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതെ. അതിനു മുമ്പ് അന്യോന്യം കസിൻസ് ആയിട്ടുള്ളവർ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതും വിഭാഗീയത ഉണ്ടാവുന്നത് റിലീജിയൻ വെച്ചിട്ടും ഒക്കെ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളല്ലാണ്ടിരിക്കില്ല. അവിടെ ക്രിക്കറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആഘോഷിക്കുന്നവരും, ക്രിക്കറ്റ് തോറ്റു കഴിഞ്ഞാൽ കടതല്ലി പൊളിക്കുന്നവരും ഇന്ത്യയിലും കുറേ പേരുണ്ട്. അപ്പോൾ അതുള്ളിടത്തോളം അവിടുത്തെ ആഭ്യന്തര പ്രശ്നം ഇന്ത്യയിലെ പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് നല്ല ബന്ധമുള്ള സമയത്ത് നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ള ചില കരാറുകൾ, ആ കരാറുകൾ ആ നല്ല കാലത്ത് അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭരണാധിപന്മാർ പറഞ്ഞത് അടുത്ത ഭരണാധിപന്മാർ അതുപോലെ കൊണ്ടു നടക്കണം എന്നില്ല. അതെ. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഓരോ സമയത്തും നമ്മൾ ഇപ്പോൾ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആ യുദ്ധം നടക്കാൻ പോകുന്നു എന്നതിന് മുമ്പ് ഒരു ഡിസ്കഷൻ ABC ഉള്ളപ്പോഴാണ് വെള്ളം കൊടുക്കാത്ത പ്രശ്നമാകുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, വെള്ളം കൊടുക്കാതിരുന്നാലും ഫ്ലഡ് ചെയ്താലും പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ പലപ്പോഴും യുദ്ധത്തിലെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. ആ തന്ത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തുന്നവരാണ് നമ്മുടെ ട്രഡീഷനിൽ ഭാരതീയ ആൾക്കാർ. ഒരു കാലത്ത് മിസൈലുകൾ, ഇന്ന് സാറ്റലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് മിസൈലാണോ അല്ലയോ എന്ന് ക്യാമറ വെച്ച് കാണാം. അതല്ലാത്ത കാലത്ത് പനയും തെങ്ങും ചെത്തിയിട്ട് മിസൈലിൻ്റെ രൂപത്തിൽ നിരത്തി വെച്ചിട്ട് മറ്റൊരു ഭാഗത്തൂടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇന്ത്യക്കാർ. അപ്പോൾ ഈ തന്ത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. ഇത് ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ളത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വാണിജ്യത്തെ, നമ്മുടെ ജനങ്ങളുടെ മനസ്സിനെ, തൊട്ടടുത്തുള്ള ജിയോ പൊളിറ്റിക്സിനെ, ഇതിനൊക്കെ ബാധിക്കും. ഇപ്പോൾ I2U2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരാറുണ്ട്. ഇന്ത്യയും ഇസ്രയേലും 2I, യുണൈറ്റഡ് നേഷൻസും UAE. ഈ ഓരോ രാജ്യങ്ങളും തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വ്യത്യസ്തമായ ബ്രിക്സ്, ക്വാഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളാൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു രാജ്യത്തിന് എപ്പോഴും ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാവും. അവർ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തും. അപ്പം നമ്മളൊരു ഏതെങ്കിലും തരത്തിൽ നമ്മൾ പണ്ടുണ്ടാക്കിയിട്ടുള്ള കരാറുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്ട്രാറ്റജിക്കാണ്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, ലോങ് ടേം പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ സമീപ സംഘർഷങ്ങളുടെ ഒരു പിക്ചർ നോക്കുമ്പോൾ നമ്മുടെ നയത്തിൽ കാര്യമായ വ്യതിയാനം പറ്റുന്നു. നമ്മൾ പൊതുവെ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യം, ആ രീതിയിൽ ഇടപെടുന്ന ഒരു രാജ്യമാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തെ അകത്ത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആക്രമിക്കുന്ന സങ്കല്പിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ മുൻകാലത്തും പാകിസ്ഥാനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടപ്പോഴും പിന്നീട് ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ അതിനുള്ള വഴങ്ങി കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കർക്കശ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഒരു പോളിസി, അതിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല വലിയൊരു വാറ് എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളത് ചൈനയും പാകിസ്ഥാനുമായിട്ട് ഇപ്പോഴല്ല, അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നും കർക്കശമായ
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അതിന് ഒരു ഒരുക്കം കൂട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതേപോലെ പൊക്രാൻ പക്ഷെ അന്ന് നമ്മൾ ഈ വെള്ളം തടഞ്ഞു വെക്കുന്ന പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് യുദ്ധം നടത്തണോ അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിയാണ്. നേരിട്ട് രണ്ട് ഭടന്മാർ തമ്മിൽ യുദ്ധം ചെയ്യണോ അതോ അവരുടെ ജനങ്ങളെ കൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ മൂവ്മെൻറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം നടക്കാതിരിക്കണോ എന്നുള്ളത് വലിയൊരു തീരുമാനമാണ്. ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്ന കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാഫ് ഡേ തന്നാൽ മതി ഞാനിപ്പോൾ തീർത്തു തരാമെന്ന്. അന്ന് പട്ടേൽ ആയിരുന്നില്ല തീരുമാനം എടുക്കേണ്ട ആൾ, അതിന് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ തീരുമാനം എടുത്തുകൊണ്ട് അന്ന് അങ്ങനെ എടുത്തില്ല എന്ന് മാത്രം. അതുപോലെ ചൈന ഇന്ത്യ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിബറ്റ് കൊടുത്ത സമയത്തും ഇന്നത്തെ ഭരണാധിപന്മാരാണെങ്കിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. അത് നമ്മൾ സോഫ്റ്റാണ്, നല്ലതാണ്, ഇത്ര കർക്കശമല്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു തെറ്റായൊരു നിലപാടാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതങ്ങനെ ടിബറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ടിബറ്റിനെ പൂർണ്ണമായിട്ടും ചൈനയുടെ ആർക്കില്ലാണ്ട് കൊടുത്തു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകണ്ടേ. അവരുടെ ന്യൂക്ലിയർ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായി മാറ്റി. അപ്പം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇനി ഇല്ലാതിരിക്കാൻ ഒരു കാര്യവും ഇല്ലാണ്ടൊന്നുമല്ലല്ലോ നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ബംഗ്ലാദേശിനെ മാറ്റി കൊടുത്തത്. അപ്പോൾ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കാലമുണ്ട്. നമ്മൾ ഈ വളരെ കുറച്ച് കാലം ആകുമ്പോഴത്തേക്കും പഴയത് സ്ട്രോങ് അല്ല, ഇപ്പോഴാണ് സ്ട്രോങ്. ഇപ്പം എൻ്റെ കയ്യിൽ വേദന വരുന്ന സമയത്ത് ഈ വേദനയാണ് ഏറ്റവും കൂടുതൽ, കാലിൻ്റെ വേദന മറന്നുപോയതാണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും ആ സമയത്ത് എടുക്കാനുള്ള സൊല്യൂഷൻസ്. കാരണം ഭാരതത്തിൽ എല്ലാ തീരുമാനം എടുക്കുന്നതും, ഞാനൊക്കെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ഇത്തരം സ്ട്രാറ്റജിക് അനാലിസിസ് വിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ തീരുമാനം എടുക്കുന്നത് പ്രൈം മിനിസ്റ്ററോ മിനിസ്റ്റർമാരോ അല്ല. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ച് ഇന്നതൊക്കെ എടുക്കണമെന്ന് അവരെ അഡ്വൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ എല്ലാം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആ തീരുമാനം എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു എബിലിറ്റി പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും ഡിഫൻസ് മിനിസ്റ്റർക്കും ഒക്കെ കൂടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഇതാണോ ഓപ്ഷൻ അതാണോ ഓപ്ഷൻ എന്ന് ആലോചിക്കാനുള്ളൊരു തോന്നലുണ്ടായിട്ടെന്ന് മാത്രം. മൻമോഹൻ സിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എടുത്തില്ല എന്ന് വരും, പിന്നെ റാവുവും എടുത്തില്ല എന്ന് വരും. പക്ഷെ എന്ന് വെച്ച് രാജീവ് ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ എടുക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചന്ദ്രശേഖർ എടുത്തില്ല എന്ന് വരും. അതുകൊണ്ടാണ് അയാൾ അത്രയും മാത്രം പോപ്പുലാരിറ്റി ഉള്ള ഒരാളായിട്ട്. ദേവേഗൗഡ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ സപ്പോർട്ടില്ലാത്തപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊയിലേഷൻ പാർട്ടിയിൽ ബാക്കിയുള്ളവർ, അപ്പം നമ്മുടെ പൊളിറ്റിക്സും ലോകത്തിൻ്റെ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ലല്ലോ, അത് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് നന്നാക്കണം. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് അമേരിക്കക്കാരും യൂറോപ്യൻസ് എല്ലാ രാജ്യങ്ങളും നാറ്റോ അടക്കം നമുക്കെതിരായാലോ. അപ്പോൾ അവരെയൊക്കെ കോൺഫിഡൻസിലെടുത്ത് ഇനി അത് കഴിഞ്ഞാലും ഇനി നാളെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവരുടെയൊക്കെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാണ്ട് നടന്നതാണ്. ഇനി നാളെ ഇന്ത്യ എന്ത് പൊസിഷൻ എടുത്താലും ലോകത്തിലെ പല നല്ല രാജ്യങ്ങളും സെക്യൂരിറ്റി കൗൺസിൽ അടക്കം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇരിക്കുന്നത്. അത് അങ്ങനെ ഒരു ചെയ്തില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇതിനേക്കാളും ധൈര്യം കാണിച്ചാൽ. ഇനി പാകിസ്ഥാൻ ധൈര്യം കാണിക്കാനുള്ള ആ ഇടപെടലുകൾ, ധൈര്യം കാണിക്കാതിരിക്കാനുള്ള ഇടപെടലുകളാണ് ഈ നമ്മുടെ ടീം ഓഫ് എം പിമാരെല്ലാവരിടത്തും പോയി അവരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് നമ്മുടെ ഭാഗത്താണെന്നൊരു ധാരണയുണ്ടാക്കി നമ്മൾ അങ്ങനെ ഒരു കൺസെൻസസ് എല്ലാവരുടെ നിന്നും കിട്ടിയതുപോലെ, ഒരു സാങ്ഷൻ കിട്ടിയതുപോലെ ആക്കി വെച്ചത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ്. അത് പ്രൈം മിനിസ്റ്ററോ പൊളിറ്റിക്സോ അല്ല എടുക്കുന്നത്. ഇതൊക്കെ എടുക്കാനുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കാലാകാലങ്ങളായിട്ടുള്ള ഡോക്യുമെൻസും റിലേഷൻഷിപ്പും പഠിച്ച് അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഇന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം എടുക്കുന്നു മാത്രം. അത് മണ്ടത്തരാണോ അല്ലയോ എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ടിബറ്റ് വിട്ടുകൊടുത്തതും അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടതും, ഇന്നത്തെ കാലത്താണെങ്കിൽ ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മളങ്ങനെ ഇടപെട്ടൊന്നും വരില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്തു നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞേനെ. അപ്പോൾ അന്ന് അങ്ങനെയല്ല, റിലേഷൻഷിപ്പ് നന്നായിരുന്നു. പക്ഷേ അതേ റിലേഷൻഷിപ്പ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മോശമായിട്ടും ഭവിച്ചിട്ടുണ്ട്. അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും ഇപ്പം റഷ്യയെ സപ്പോർട്ട് ചെയ്യണോ, റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് പൊളിക്കാൻ പറ്റില്ല. ഉക്രൈനാണ് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ നമ്മൾ ആ ഒരു പോളിസി ഇന്നും നമുക്ക് മാറ്റിയിട്ടൊന്നുമില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ I2 U2 എന്ന് പറയുന്നത്
ഇസ്രയേലിനെ എതിർക്കണം എന്ന് പറയുന്ന കുറേ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. അതെ, അവരൊന്നും ഭരിക്കുകയോ ഈ ഇത്തരം അഡ്വൈസുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പൊസിഷനിലിരിക്കുകയോ ചെയ്യാത്തവർക്ക് ഇത് പറയാൻ എളുപ്പമാണ്. അത് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ടും കാര്യമില്ല. ഈ മെമ്പർ ഓഫ് പാർലമെൻറ്റും പല കമ്മിറ്റികളിലും ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുമ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന സമയത്തും PMO ഓഫീസിനും മാത്രം അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് അറിയണമെന്നില്ല. അത് സീക്രട്ടുകൾ നമ്മൾ അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല. ശരി. ഇപ്പോൾ ഈ അഖണ്ഡ ഭാരത എന്ന സങ്കല്പം അത് പേറുന്ന RSS ആണ് ഈ BJP പറയുന്ന സർക്കാരിന് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്. ഈ POK തിരിച്ചെടുക്കണമെന്നുള്ള നിലപാട് പലരും പറയുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ചിക്കൻ നെക്കിൽ 2 പ്രദേശം കൂടി നമ്മൾ ഇങ്ങോട്ട് പിടിച്ചെടുക്കണം എന്ന രീതിയിലും വാദങ്ങൾ വരുന്നു. ആ ഒരു വലിയൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ ബോർഡർ. അതെ, നമ്മൾ പല മാപ്പുകളും നോക്കിയാൽ ഓരോ രാജ്യങ്ങളും ഇപ്പം ചൈനയിൽ പോയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മാപ്പ്, ബോർഡർ മാപ്പ് ചോദിച്ചാൽ നമ്മളീ പറയുന്ന ബോർഡറെ അല്ല അവർ കാണിക്കുക. അവർക്ക് അവരുടേതായ തോന്നലുണ്ട്. കാരണം അവർക്കും ഒരു ആഗ്രഹമുണ്ട്. അതെ, ആ കണക്ടിവിറ്റി അവർക്ക് വേണം. അപ്പോൾ അവർ മാറ്റി വരച്ചു. അതാണ് അവരെ എല്ലായിടത്തും ഉള്ള മാപ്പുകൾ. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ വരക്കുന്ന മാപ്പിൽ നമ്മളിപ്പോൾ പറയുന്ന POK COK ഒന്നും, ചൈന ഓക്യുപ്പൈഡ് കാശ്മീരും ഉണ്ട്. അതെ, ചൈന ഓക്യുപ്പൈഡ് കാശ്മീരും POKയും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരും അവരുടെ ഭാഗമായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന അവരുടെ മാപ്പുകളുണ്ട്. നമ്മളാണ് ഇപ്പോഴും ഇൻ്റർനാഷണൽ ബോർഡർ, സീസ്ഫയർ ലൈൻ, ഈ POK എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് നമ്മൾ ആ ബോധത്തോടു കൂടി നമ്മളിരിക്കുന്നത് നമ്മുടെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്, അവരുടേതാണ്. അതുകൊണ്ടാണല്ലോ POK എന്നുള്ള പേര്. അങ്ങനെ ഒരു IOP എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമില്ലല്ലോ. ഇന്ത്യൻ ഓക്യുപ്പൈഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്താൽ എന്തിരിക്കും? അങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധി നമ്മൾ കാണിക്കാത്തത് നമ്മുടെ സന്മനസ്സെന്ന് കണക്കാക്കല്ലേ വേണ്ടത്. അപ്പോൾ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സാധാരണഗതിയിൽ ഈ വൈറസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നതോ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന പോലെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യും. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് വലിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടോ അവിടെ നമുക്ക് വലിയ റിസോഴ്സ് ഉള്ളത് കൊണ്ടോ അവിടുത്തെ മിനറൽസ് നമുക്ക് നാളെ ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അത് വിട്ടുകൊടുത്താൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് വിട്ടുകൊടുത്താൽ എന്താണെന്നറിയോ, അടുത്ത സ്റ്റെപ്പ് അവരെടുക്കും. കാരണം ഇതിനൊരു എൻഡില്ലല്ലോ. ഇതൊരു സ്പ്രെഡിങ് ഡിസീസ് പോലെയാണ്. ഈ ബോർഡർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വിട്ടുകൊടുത്താൽ, ഇപ്പം ഞാൻ എൻ്റെ അയൽവാസിയായിട്ട് പ്രശ്നമുണ്ടെന്നാൽ കുറച്ച് സ്ഥലം അയാൾ അടിപിടി കൂടുന്നുണ്ട്, അതങ്ങോട്ട് കൊടുത്താൽ തീർന്നു എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അവിടെയാണ് അയാൾ വേസ്റ്റ് ഇടുക. അയാൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥലം പിന്നെയും നാറാൻ തുടങ്ങും. ഇപ്പം അതാണ് നടക്കുന്നത്. ടിബറ്റ് നമുക്ക് കൊടുത്തുകൊണ്ട് നഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ വലിയ നഷ്ടമൊന്നുമില്ല, എത്ര എഫക്റ്റുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ അവിടെയാണ് അവർ ന്യൂക്ലിയർ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും നമുക്കുമായിട്ട്, പിന്നെ ബാക്കിയുള്ള കണക്ടിവിറ്റി. പണ്ട് കാലത്ത് ഭാരതത്തിൽ നിന്ന് കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് ടിബറ്റ് വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ ആ പാത്ത് ഫുൾ, ഞാനൊക്കെ കൈലാസത്തിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. സാഫ്രൺ ഡ്രസ്സ് ഇട്ടിട്ട് ഏതെങ്കിലും ബുദ്ധ സന്യാസിമാർ പോകുന്നുണ്ടെങ്കിൽ ചൈനീസ് മിലിറ്ററിക്കാർ അവരെ ഓട്ടിയിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അവരെ മാറ്റി കൊടുത്തു എന്നുള്ളത് നമ്മുടെ ഒരു ദാരിദ്ര്യമാണ്. അതുപോലെ POKയിലിരിക്കുന്ന നമ്മുടെ കുറേ ബന്ധുക്കളും നമ്മുടെ കുറേ വിശ്വാസികളും, ഭാരതം അഖണ്ഡ ഭാരതമാണ്. ഭാരതം എന്നുള്ളതിനേക്കാളും ഭാരതവംശം എന്ന് പറയുന്നൊരു വാക്കുണ്ട് നമുക്ക്. ആ ഭാരതവർഷം, നമ്മുടെ എല്ലാ പൂജാരികളും രാവിലെ ചെല്ലുന്നത് ഭരതഖണ്ഡേ ഭാരതവർഷേ എന്ന് പറയും, മേരോഹ ദക്ഷിണേ പാർശ്വ എന്നാണ്. കൈലാസത്തിന് താഴെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടേതായിരുന്ന ഭരതവംശത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു, അതിന്നും ചാൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും നമ്മുടേതാണ് എന്ന് ധരിക്കുന്ന ഭാരതം എന്ന സങ്കല്പം ഓരോ മനസ്സിലും ഇപ്പോഴും കൊല്ലാകൊല്ലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് കഴിഞ്ഞ 100 വർഷത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്നും നമ്മുടെ വേദം പഠിച്ചിട്ടുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവരെ നിങ്ങൾ എന്ത് ജാതി പേര് വിളിച്ചാലും അതുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്, അത് നല്ലൊരു സമൂഹമായി മാറുന്നു. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോഴും ഇതൊന്നും നടക്കാത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരമാണ്. ഇതൊന്നും തീരുമാനിക്കാനുള്ള കഴിവ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പ്രൈം മിനിസ്റ്റർക്കോ ഒരു സെറ്റ് ഓഫ് മിനിസ്റ്റേഴ്സിനോ ഇല്ല ഇന്നും ഭാരതത്തിൽ. കാരണം ഭാരതം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവിലും ജുഡീഷ്യറിയും പൊളിറ്റിക്സും പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ചേർന്നാൽ മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. ആ ഒരു സ്ട്രെങ്ത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവറും ഉള്ളത് കൊണ്ട്
അത്ര പെട്ടെന്നൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പ്രൈം മിനിസ്റ്റർക്ക് പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയോട് ഇന്ന നോട്ട് തരണമെന്ന് പറയാൻ ഇപ്പോഴും സാധിക്കില്ല. അയാൾ നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. ആ സ്ട്രെങ്ത് ഇപ്പോഴും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പിനുണ്ട്. അതല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പം പലതും നടക്കുന്നുണ്ടാവാം. അതില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് അവർ തമ്മിൽ എപ്പോഴും അടി. മിലിറ്ററിയും അടിയാണ്, ജുഡീഷ്യറിയും അടിയാണ്, പൊളിറ്റിക്സും അടിയാണ്. നമ്മുടെ ഭാരതം എന്ത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഈ ഭയപ്പെടുന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു മതത്തിൻ്റെ ഗ്രൂപ്പിനോ ഒരു പാർട്ടിക്കോ ഒരു മിനിസ്ട്രിക്കോ സാധിക്കുമെന്നും തോന്നുന്നില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചാൽ ഈ പറയുന്നവരൊക്കെ റീപ്ലേസ് ചെയ്യാൻ വലിയ കാലം വേണ്ടല്ലോ. അതല്ലേ നമ്മുടെ സ്ട്രെങ്ത്. അതല്ലാതെ അവർ തീരുമാനിച്ചാൽ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാവുന്ന ഒരു തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഭാരതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമുക്കൊരു കാലത്ത് സിഖ് പ്രൈം മിനിസ്റ്ററും മുസ്ലിം പ്രസിഡൻറ്റും ഒക്കെ ഭരിച്ചിരുന്ന അവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും നടന്നിരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ വർക്ക് ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയ കാലത്ത് കലാമിൻ്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാനും ഒരേ ഹോസ്റ്റലിൽ താമസിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തിൻ്റെ അവർക്കൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ലോകം കാണുന്ന തരത്തിൽ അവരുടെ സങ്കല്പങ്ങൾ ഭാരതത്തിൽ നടത്താൻ സാധിച്ച കാലം കുറേ ദൂരമൊന്നും ആയിട്ടില്ലല്ലോ. 10 കൊല്ലം കൊണ്ടൊന്നും ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് മാറ്റാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ മാറ്റിമറിയും. ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഏത് പാർട്ടിയിലാണോ, ആ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒക്കെ ആയിട്ട് പല അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും എന്തുകൊണ്ടാണ് സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒക്കെ ആവുന്നതെന്ന് വെച്ചാൽ ബാക്കി പാർട്ടിക്കാർക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്ട്രോങ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. ഒപ്പോസിഷൻ സ്ട്രോങ് ആവണം, എല്ലാ പാർട്ടികളും സ്ട്രോങ് ആവണം, എല്ലാ പാർട്ടിക്കാർക്കും അവരുടേതായ പോളിസീസ്. പക്ഷേ അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുള്ള ലീഡർഷിപ്പുള്ള പാർട്ടികൾ നമുക്കുണ്ടാവണം. ചന്ദ്രബാബു നായിഡു വളരെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന്. അങ്ങനെയാണ് കലാമൊക്കെ പ്രസിഡന്റ് ആവുന്നത്. ഞാൻ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പവർ എന്ന് പറയുന്നത് വളരെ, പക്ഷേ അത് കുറേ കാലം നിന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് വേറൊരു സ്റ്റേറ്റ് വന്നപ്പോൾ അയാൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ പോയിട്ട് ചീഫ് മിനിസ്റ്റർ ആവണമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല, അത് ജനങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, മാറണം. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണല്ലോ, വളരെ വളറ്റൈലാണ്, പക്ഷേ വളരെ ഡൈനാമിക്കാണ്. ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന സങ്കല്പങ്ങളും ചിന്തകളും ജിയോ പൊളിറ്റിക്സും റിലേഷൻഷിപ്പും മാറുന്നത് പോലെ എല്ലാം മാറും. ഇപ്പം ലോക പൊളിറ്റിക്സിൽ തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റും റിച്ചസ്റ്റ് മാനും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ്. അവരാണ് വേൾഡ് എക്കണോമി വാറ്, എല്ലാ വാറും നിർത്തുമെന്ന് പറഞ്ഞാൽ വേൾഡ് എക്കണോമി വാറ് തുടങ്ങാൻ കാരണം റിച്ചസ്റ്റ് മാൻ അയാളുടെ അഡ്വൈസറായിട്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞില്ലല്ലോ പ്രശ്നം തീർന്നില്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ എത്ര ഡൈനാമിക്കാന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം അവർ രണ്ടാളും വിരോധികളായില്ലേ? ഇപ്പം അടി ബാക്കിയുള്ളവരെ അടുപ്പിക്കാൻ നോക്കിയാൽ രണ്ടുപേരും തമ്മിൽ അടിപിടിയായി, പിണക്കം മാറിയെന്നാണ് അവസാന റിപ്പോർട്ട്. അല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എവിടെയാണോ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അങ്ങ് എടുത്താൽ ഞാൻ അങ്ങയുടെ ഫ്രണ്ടായി. പക്ഷെ ഇതൊന്നും അധികകാലം നിൽക്കണമെന്നില്ല. അല്ലെങ്കിൽ അമീക്കബിളായിട്ട് സോൾവ് ചെയ്ത് നമുക്ക് രണ്ടാക്കും കൂടി വേറെ ചില ആൾക്കാരെയൊക്കെ ഒന്ന് അടിച്ച് തകർത്താൻ പറ്റുമോ എന്നുള്ള നോട്ടം അത്രേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ബിസിനസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൾച്ചറും വാല്യൂവും ഒക്കെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.